ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മോരുകറി കേട്ടോ. ഇളവൻ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ചെറിയ പീസാണ് ഞാൻ എടുത്തത്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. കറി വെക്കുന്ന പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുക. അതിലേക്ക് 2 പച്ചമുളകും കൂടി നീളത്തിൽ കീറിയിടുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. വളരെ കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അധികം ആവാണ്ട് നോക്കണേ. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അരപ്പാണ് ആവശ്യമുള്ളത്. അതിന് വേണ്ടി കുറച്ച് ചെറിയ തേങ്ങ, 4-5 ചെറിയ ഉള്ളി, കുറച്ച് ചെറിയ ജീരകം, പിന്നെ ആവശ്യത്തിന് തൈര്. അധികം പുളിയില്ലാത്ത തൈര് എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇളവൻ നന്നായിട്ട് വെന്തതിന് ശേഷം ഈ അരപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഓവർ തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ. ഇനി വറവിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവയും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വറവിടാം. ഈ ഒരു കറി ഉണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും ചോറ് വയ്ക്കാൻ പറ്റും കേട്ടോ. ഒരു പൊരിച്ച മീനും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി.